വലിയ രീതിയിലുള്ളൊരു ജനസ്വീകാര്യത ഉള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന സർവോപരി ജനപ്രതിനിധിയാകാൻ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഉറപ്പായിട്ടും അദ്ദേഹം പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് മാറ്റപ്പെടും എന്ന് തന്നെ പറയാൻ സാധിക്കും. നിലവിലെ പാലക്കാട് MLA ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ എന്താണോ MLAക്ക് ലഭിക്കേണ്ടിയിരുന്ന ഫണ്ട് അതെല്ലാം പരിപൂർണമായി വിനിയോഗിക്കുകയും സ്മൈൽ ഭവന പദ്ധതിയിലൂടെ ഇത്രയധികം വീടുകൾ കൊടുക്കുകയും ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വന്ന വഴി മറക്കരുത്, നിങ്ങളുടെ പേരിൻ്റെ വാൽ എവിടെ നിന്ന് വന്നു എന്ന് ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം ഇത്രയും അന്ധരായി, ഇത്രയും അന്ധത ബാധിച്ച് ഒരു കള്ളൻ കളവ് പറയുമ്പോൾ അത് ഇത്രയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിച്ച് അത് എഴുതി നിൽക്കുന്ന ആ ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. ശൈലജ ടീച്ചറോട് കാണുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സ്ത്രീപക്ഷ നിലപാട്, എന്താണ് നിങ്ങൾ പൊതിഞ്ഞു വെക്കുന്ന സ്ത്രീ വിരുദ്ധത, എന്തുകൊണ്ടാണ് ആ ശൈലജ ടീച്ചർ മുന്നോട്ട് വരരുത് എന്ന് കൃത്യമായും CPM-ഉം പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ആഗ്രഹിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ ആട്ടിൻതൂലിട്ട ചെന്നായിയാണ് CPI എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല. റേഷൻ കാർഡ് വെട്ടിയതുകൊണ്ട് എനിക്ക് അരിയും മണ്ണെണ്ണയും ഒക്കെ നഷ്ടപ്പെടട്ടെ എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ മണ്ഡലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു സാധ്യത നിലവിൽ കോൺഗ്രസ്? നിലവിലെ സാധ്യത കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കോൺഗ്രസ് പാർട്ടിയോടും ഐക്യജനാധിപത്യ മുന്നണിയോടും വലിയ രീതിയിലുള്ളൊരു നല്ല പ്രതീക്ഷയോടുകൂടിയുള്ള സമീപനമാണ് ജനങ്ങൾക്ക് പൊതുവെയുള്ളത്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട്, 10 വർഷത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം അത്രയധികം ഒരു ദുർഭരണത്തിൻ്റെ കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ, ഇന്റർനാഷണൽ കോൺഗ്രസിനെ പ്രതീക്ഷയോട് നോക്കുന്നു, അല്ലെങ്കിൽ UDF-നെ പ്രതീക്ഷയോട് നോക്കുന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന സമയങ്ങളിലൊക്കെയും ഇപ്പോഴും കോൺഗ്രസിൽ ഒരു അടി നടക്കുന്നു എന്നുള്ള പ്രതീതി തന്നെയാണ് പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ ഇടയുണ്ടോ? കാരണം അധികാരമോഹത്തിലേക്കാണ് പോകുന്നത് എന്ന തരത്തിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമല്ല. ഒരു ഏകാധിപത്യ സ്വഭാവമില്ലാതെ ജനാധിപത്യപരമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എത്ര എക്സ്ട്രീം വരെ, അല്ലെങ്കിൽ എവിടെയാണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു വലിയ ലിമിറ്റ് ഒന്നുമല്ല. അഭിപ്രായം തുറന്നു പറയുക, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അതൊക്കെ സ്വാഭാവികമാണ്. അത്ര മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു അടിയാണ് അല്ലെങ്കിൽ തർക്കമാണ് അങ്ങനെ. ഇപ്പോൾ സാധ്യതാ പട്ടികയിൽ താങ്കളുടെ പേരടക്കം വന്നിരുന്ന സമയത്താണ് ചില വാർത്തകൾ വരുന്നത്, ചില പരാതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പറയുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുമെന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അതിൽ എന്തൊക്കെയാണ് സത്യാവസ്ഥയുള്ളത്? കേരള രാഷ്ട്രീയത്തിലെ ആട്ടിൻതൂലിട്ട ചെന്നായിയാണ് CPI എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് CPIയുടെ വകുപ്പുകളായ സിവിൽ സപ്ലൈസ് വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റേഷൻ കാർഡ് വെട്ടിയത് കൊണ്ട് എനിക്ക് അരിയും മണ്ണെണ്ണയും ഒക്കെ നഷ്ടപ്പെടട്ടെ എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അടൂര് RDO അദ്ദേഹം തയ്യാറാക്കിയ ആ വോട്ടർ പട്ടികയിൽ നിൻ്റെ പേര് നീക്കം ചെയ്യുന്നതിനായിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് എത്രയധികം ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാനായിട്ട് മനസ്സറിഞ്ഞ് റിപ്പോർട്ട് എഴുതിയ ഒരു RDOയെ കാണുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടൊന്ന് വായിച്ചാൽ മതി. അത് വളരെ ഒരു രാഷ്ട്രീയപരമായിട്ടും ഒരു ബ്യൂറോക്രാറ്റിക് ഗതികേടാണ് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥന് പെരുമാറേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ ഗതികേട് ഉറപ്പായിട്ടും നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്യും, നിയമപരമായി തന്നെ ചോദ്യം ചെയ്യും. ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നാളെ അദ്ദേഹം മാറി മറ്റൊരാൾ RDO വരുന്നു. ഇപ്പോൾ എൻ്റെ കേസ് മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു RDO വന്ന് അതിൻ്റെ മറുപടി പറയുക എന്നല്ല, ഈ ഉദ്യോഗസ്ഥൻ തന്നെ, ഇപ്പോൾ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയുന്ന തരത്തിലേക്ക് തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇങ്ങനെ ഈ വിവാദങ്ങളും അതുപോലെ തന്നെ വാർത്തകളും വരുന്ന സമയങ്ങളിലും പ്രചാരണങ്ങളിലൊക്കെ സജീവമായി നിൽക്കുമ്പം ആളുകൾ ഇറങ്ങുമ്പം ആളുകൾ ആ സങ്കടം പറയുന്നുണ്ട്, ഇങ്ങനെ സ്ഥാനാർത്ഥിയാവുമെന്ന് വിചാരിച്ചിരുന്നു, അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ടോ? എല്ലാവരെക്കുറിച്ചും ഒരു പ്രതീക്ഷ, അത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റും. ഒരു നേതാവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സഹയാത്രികയെക്കുറിച്ച്, നമുക്ക് താല്പര്യമുള്ള ഒരാളെക്കുറിച്ച് അങ്ങനെ സ്വതന്ത്രമായി സ്വപ്നം കാണാൻ അണികൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ട്. വലിയ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. അങ്ങനെയൊരു സ്വീകാര്യത ഈ പറഞ്ഞ കുറച്ച് നാൾക്കകം തന്നെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ പള്ളിക്കലിനെ വിട്ടൊരു യാത്രയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ഇവിടെ നമ്മൾ നിൽക്കുന്നത് തന്നെ മണക്കാലയിലാണ്. മണക്കാല എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഹൃദയത്തിൽ മൂവർണ്ണക്കൊടി ഏന്തിയ മണ്ണാണിത്. ഇപ്പോൾ നമ്മുടെ രാജചായൻ തന്നെ വാർഡിലെ മെമ്പറാണ്. അദ്ദേഹത്തിന് 500ഓളം വോട്ടിൻ്റെ ലീഡാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്രയും എന്നെ അതുപോലെ തന്നെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ വിജയത്തിന് ഏറ്റവും കാതലായ ഒരു സ്ഥാനം വഹിച്ച വാർഡ് കൂടിയാണ്. അതുകൊണ്ട് ഇവിടം വിട്ട്, മണക്കാല വിട്ട്, പള്ളിക്കൽ വിട്ടൊരു യാത്ര
ഒട്ടും ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ സംസാരിച്ചൊരു പ്രസംഗം ഭയങ്കര വൈറലാവുന്നുണ്ട്. അതിനുശേഷം ലേഡി ശശി തരൂർ എന്നാണ് വിളിക്കുന്നത്. അത്രയൊക്കെ വേണോ? അത് ഭയങ്കര കൂടുതലാണ്. ഒരു മീഡിയം വിളിയൊക്കെ മതിയാവും തോന്നുന്നു. അതിങ്ങനെ ഭയങ്കരമായ ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പം. കാരണം നോക്കൂ, മറ്റുള്ളവർ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത്, അതുപോലെ ശ്രീദേവി എങ്ങനെയാണ് പറയുന്നത്, ഇവർക്ക് ഇത്ര അറിവുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഭയങ്കര ഫാൻസ് ഉണ്ടല്ലോ ഇപ്പോൾ. ഉണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. അംഗീകരിക്കപ്പെടുമ്പോൾ ആർക്കായാലും സന്തോഷമുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ വിലയിരുത്തപ്പെടുമ്പോൾ അതിലും സന്തോഷമുണ്ട്. പിന്നെ ഈ വ്യാജരേഖ ചമച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രയോഗങ്ങളിലൂടെ ആത്മനിർവൃതി കൊള്ളാൻ ശ്രമിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല. ഒരു പക്ഷേ വാർത്ത തെറ്റായിട്ട് മനസ്സിലാക്കിയവരായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൂടെ പറയാണ്, ഒരു റേഷൻ കാർഡിൽ പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൻ്റെ ഉടമസ്ഥ നേരിട്ട് അവരുടെ അപേക്ഷ മുഖേന റേഷൻ കാർഡിൻ്റെ ഉടമസ്ഥയ്ക്ക് മാത്രമേ ഒരാളെ പേര് ചേർക്കാൻ സാധിക്കൂ. അന്നേരം വെറുതെ ഒരു ഉടമസ്ഥ വിചാരിച്ചാൽ സാധിക്കില്ല. അവർ അതിന് മതിയായ രേഖകൾ ഹാജരാക്കണം. ഈ രേഖകൾ ഒരാൾക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ രേഖകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ടതാണെങ്കിൽ അവിടെ നിന്ന് ലഭിക്കണം. ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നൊക്കെ രേഖകൾ എടുക്കുകയും അത് നമ്മൾ സമർപ്പിക്കുകയും അത് വെരിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ ആ പ്രോസസ്സൊക്കെ ചെയ്തത് ആരാണോ കാർഡിൻ്റെ ഉടമസ്ഥ അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വ്യാജരേഖ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഇടമല്ല. അങ്ങനെ വ്യാജരേഖ സൃഷ്ടിച്ചൊരു ഗവൺമെൻറ്റിൻ്റെ ഒരാളുടെ റേഷൻ കാർഡിലൊക്കെ കയറി പറ്റാനുള്ള അത്രയും കെൽപ്പൊന്നും എന്തായാലും എനിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ചില വിവാദങ്ങൾ വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എന്തുകൊണ്ട് ഗണേഷ് കുമാർ വിഷയത്തിൽ എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ഈ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സംസാരിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനൊരു സംഭവം ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഗണേഷ് കുമാറിൻ്റെ വിഷയമാണെങ്കിലും മറ്റ് പലരുടെയും വിഷയമാണെങ്കിലും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അപ്പോൾ ആ പ്രയാസത്തെ അതിജീവിക്കുവാൻ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കണം. ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ LDF എടുത്ത തീരുമാനം വലിയ തെറ്റ് തന്നെയാണ്. കാരണം ആ ഒരു വിഷയം വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഗണേഷ് കുമാറിൻ്റെ വിഷയത്തെ നമുക്കിങ്ങനെ പറയുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന് നമ്മൾ നിയമത്തിൽ പറയുകയാണെങ്കിൽ എത്ര കാലമായിട്ട് മലയാളികൾ കേൾക്കുകയാണ് ഇത്തരത്തിലുള്ള കഥകൾ. എത്ര ഭാര്യമാരാണ് ഈ വന്ന് കഥകൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന LDF ഇദ്ദേഹത്തിൽ കാണുന്ന പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മാത്രം അത്തരത്തിലുള്ളൊരു വിചാരണ ആവശ്യമില്ലാതെ വരുന്നത്? സ്വന്തം ഭാര്യമാർ വന്ന് പലയാവർത്തി കുറ്റം പറഞ്ഞാലും അങ്ങനെ ഒരാളെ ജനപ്രതിനിധിയായി വീണ്ടും വീണ്ടും പരിഗണിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ പുറത്തേക്ക് LDF കൊടുക്കുന്ന സന്ദേശം ഒരിക്കലും സ്ത്രീപക്ഷ നിലപാടല്ല, സ്ത്രീ വിരുദ്ധതയാണ് എന്നുള്ളത് കൃത്യമായി പറയുകയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മാത്രം, ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് മാത്രം രാഷ്ട്രീയപരമായിട്ട് സ്ത്രീകളെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ള നിലയിൽ മാത്രം നിലപാടുകൾ സ്വീകരിക്കുകയാണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അവർക്കൊരു തരത്തിലും അത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാനും സാധിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാടാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിട്ടുള്ളത്. കടുത്തൊരു മത്സരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അത് വലിയ രീതിയിൽ തന്നെ ആളുകൾ അത് പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം. അവിടേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായി രമേശ് പിഷാരടി എത്തുന്നത്. എത്രത്തോളം രമേശ് പിഷാരടിക്ക് കഴിയുമെന്നും സാധിക്കും പകരക്കാരനാകാനെന്നാണ് ഇപ്പോൾ കരുതുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. വലിയ രീതിയിലുള്ളൊരു ജനസ്വീകാര്യത ഉള്ള, ജനങ്ങൾ അംഗീകരിക്കുന്ന, സർവോപരി ജനപ്രതിനിധിയാകാൻ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഉറപ്പായിട്ടും അദ്ദേഹം പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് മാറ്റപ്പെടും എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ, ഇതിനു മുൻപ് ശ്രീ ഷാഫി പറമ്പിലും കഴിഞ്ഞ കുറച്ച് കാലയളവിൽ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പ്രദേശത്ത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നമ്മളുടെ ഫണ്ട് മുഴുവൻ പരിപൂർണമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അത് പൂർണ്ണമാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ നിലവിലെ പാലക്കാട് MLA ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ എന്താണോ MLAക്ക് ലഭിക്കേണ്ടിയിരുന്ന ഫണ്ട് അതെല്ലാം പരിപൂർണമായി വിനിയോഗിക്കുകയും സ്മൈൽ ഭവന പദ്ധതിയിലൂടെ ഇത്രയധികം വീടുകൾ കൊടുക്കുകയും ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി അതെല്ലാം വിലയിരുത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് പൊതുസമൂഹം ശരിയായ രീതിയിൽ വിലയിരുത്തും. ഇതിന് മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധിയാണെങ്കിലും ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പാലക്കാടിനെ സംരക്ഷിച്ചു പോകുന്ന രീതിയെ തുടരുവാൻ വേണ്ടി തന്നെയാണ് ശ്രീ രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ ഒരു വിജയം തന്നെ ശ്രീ രമേശ് പിഷാരടിക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ പോകുന്നൊരു സമയങ്ങളിൽ പോലും പ്രചാരണങ്ങൾ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളത് അണികൾക്കിടയിൽ തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥി ഇത് പട്ടിക വൈകുന്നു, പ്രഖ്യാപനങ്ങൾ വൈകുന്നു. അതേസമയം LDF ആദ്യം തന്നെ ഒരു ചർച്ചകൾക്ക് ഇട നൽകാതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ KSUയുടെ അധ്യക്ഷൻ തന്നെ രാജിവെക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇതൊക്കെ അണികൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ വൈകുന്നതും ഇത്തരത്തിലുള്ള രാജികൾ തുടരെ ഉണ്ടാകുന്നതൊക്കെ ഒരു ആവേശം ചോർത്തുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളത് അധ്യക്ഷൻ വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ചർച്ചയിലേക്ക് പോകുന്നത് ഉചിതമല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തമാണ്. അപ്പോൾ അവിടെ ആ അധ്യായം അവസാനിച്ചു.
അപ്പോൾ നമുക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സ്ഥാനാർത്ഥി ഇത്രയും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ പെട്ടെന്ന് തന്നെ ഫീൽഡിലേക്ക് വരണമെന്നും ആ ഒരു അനിശ്ചിതത്വം ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് തീർത്തും ശരിയായ വസ്തുത തന്നെയാണ്. ഇപ്പോൾ സജീവമായി ഇറങ്ങുന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം ഒരു വലിയ സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതിപ്പം പേരിൻ്റെ കൂടെ അമ്മയുടെ പേര് ചേർത്തതിനെ പോലും വളരെ മോശമായി പറഞ്ഞൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ എങ്ങനെയാണ് കൈകാര്യം? അതെൻ്റെ അമ്മയുടെ പേരല്ല. അത് ആക്ച്വലി എൻ്റെ ഫുൾ നെയിം ശ്രീനാദേവി കുഞ്ഞമ്മ ജി എന്നാണ് ഫുൾ നെയിം. ചിലർ വളരെ വിചിത്രമായിട്ട് ഞാൻ കേട്ടു, എൻ്റെ പേരെന്തോ കഴിഞ്ഞ തവണ മത്സരിക്കാൻ നേരം കുഞ്ഞമ്മ എന്ന് ആഡ് ചെയ്താണ്. കുഞ്ഞമ്മ എന്ന് വെച്ചാൽ ഉണ്ണിത്താൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന സ്ത്രീകൾക്ക് ഇടുന്ന പേരാണ്. നമ്പൂതിരിമാർക്ക് അന്തർജനം എങ്ങനെയാണോ അതുപോലെയാണ് ഉണ്ണിത്താന്മാർക്ക് കുഞ്ഞമ്മ. അപ്പോൾ അത് ഒരു ഫീമെയിൽ ആയിട്ടുള്ളൊരു പേര് മാത്രമാണ്. അപ്പോൾ ആ പേര് എൻ്റെ അമ്മയുടെ പേരല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫുൾ നെയിം ശ്രീനാദേവി കുഞ്ഞമ്മ ജി എന്നാണ്. ഇതെൻ്റെ LKG അഡ്മിഷൻ കാലം മുതൽ ഇങ്ങനെയാണ് എൻ്റെ പേര്. 10th സർട്ടിഫിക്കറ്റ്, +2, BTech, MTech ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിലും ഇങ്ങനെ തന്നെയാണ് പേര്. അപ്പോൾ 2020 ഞാൻ പള്ളിക്കലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ അവിടെ ഉണ്ണിത്താൻ വിഭാഗത്തിൽപ്പെട്ടവർ ഉള്ള ഏരിയയാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു നല്ല ഭാഗം എന്നുള്ള ഒരു പ്രചരണമുണ്ട്. ശരിയാണ്, അങ്ങനെയുണ്ട്, കുറച്ച് കമ്മ്യൂണിറ്റി അവിടെ നന്നായിട്ടുണ്ട്. അപ്പോൾ അവരെ എന്തോ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ പാർട്ടിയുടെ ഒരു അഴിമതിക്കാരനായ മുൻ ജില്ലാ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഈ പേര് എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ ചർച്ച CPIയുടെ തന്നെ ചില യുവജന സംഘടനയുടെയും വിദ്യാർത്ഥി സംഘടനയുടെയും ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾ വന്ന വഴി മറക്കരുത്, നിങ്ങളുടെ പേരിൻ്റെ വാൽ എവിടെ നിന്ന് വന്നു എന്ന് ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം ഇത്രയും അന്ധരായി ഇത്രയും അന്ധത ബാധിച്ച് ഒരു കള്ളൻ കളവ് പറയുമ്പോൾ അത് ഇത്രയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിച്ച് അത് എഴുതി നിൽക്കുന്ന ആ ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്. എൻ്റെ പൂർണ്ണമായ പേര് ശ്രീനാദേവി കുഞ്ഞമ്മ ജി എന്നാണ്. ഇതെൻ്റെ LKG അഡ്മിഷൻ തൊട്ട് എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അഡ്മിഷൻ തൊട്ട് എല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെയായിരുന്നു പേര്. 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും +2, BTech, MTech എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ഇങ്ങനെ തന്നെയാണ് പേര്. അതുകൊണ്ട് ജിയും കൂടി ഉണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ മാത്രമല്ല, ജി, അങ്ങനെയാണ് പേര്. അതുപോലെ LDF പറയുന്ന ഒരു തുടർഭരണം ഉണ്ടാകും എന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയിലാണ് LDF പോകുന്നത്. തൊട്ട് മുൻപ് ഒരു ആത്മവിശ്വാസം വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്കിടയിൽ ഉണ്ടെന്ന്. അവർ ഒരു പ്രതിപക്ഷത്തിരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്ത്രീപക്ഷത്തെക്കുറിച്ച് പറഞ്ഞൊരു സമയത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നുണ്ട് ശൈലജ ടീച്ചറെ നേരെ പേരാവരേക്ക് മാറ്റിയതിൻ്റെ ഒരു ചർച്ചകൾ. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളതിനെ അങ്ങനെ കുറച്ച് കാണരുത്. ഗോവിന്ദൻ മാഷിൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ പിണറായി വിജയൻ തോൽക്കും KPCC പ്രസിഡന്റിനെതിരെ മത്സരിച്ചാൽ എന്നാണ്. അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ തോൽക്കുന്ന ഒരു സീറ്റിൽ ജയിക്കാൻ സാധ്യതയുള്ള ആളായിട്ട് ശൈലജ ടീച്ചറെ ഗോവിന്ദൻ മാഷോട് ആലോചിച്ച് തീരുമാനിച്ചതാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഒരാളെ ഒഴിവാക്കാൻ എത്രയൊക്കെ പ്രകീർത്തനങ്ങളാകാം, ഒരാളെ സൈഡ് ലൈൻ ചെയ്യാൻ എത്രയൊക്കെ വിശുദ്ധവൽക്കരിക്കലാവാം എന്നൊക്കെയുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ശൈലജ ടീച്ചറോട് കാണുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സ്ത്രീപക്ഷ നിലപാട്, എന്താണ് നിങ്ങൾ പൊതിഞ്ഞു വെക്കുന്ന സ്ത്രീ വിരുദ്ധത, എന്തുകൊണ്ടാണ് ആ ശൈലജ ടീച്ചർ മുന്നോട്ട് വരരുത് എന്ന് കൃത്യമായും CPM-ഉം പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ പറയുന്നത് KPCC പ്രസിഡന്റാണ് അല്ല അവിടെ മത്സരിക്കുന്നത്, അപ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശൈലജ ടീച്ചറെ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അങ്ങനെ ശൈലജ വേണ്ട, പിണറായി വിജയൻ സഖാവ് മത്സരിക്കാമായിരുന്നല്ലോ. ശ്രീ പിണറായി വിജയൻ അവിടെ മത്സരിക്കാമായിരുന്നല്ലോ. അത്രയ്ക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കണം എന്നല്ല. ഇനി എത്ര നേതാക്കന്മാരുണ്ട് അവിടെ? ശൈലജ ടീച്ചറെ തന്നെ അവിടെ പ്ലേസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ അല്ല. പേരാവൂരിൻ്റെ ഹൃദയത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നാണ് പേരെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ബലിയാടാക്കപ്പെടുവാനായിട്ട് ശൈലജ ടീച്ചറെ കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ അത് വേണ്ടിയിരുന്നില്ല. അത് CPM ആലോചിക്കണം. എന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ ഒരു സ്ത്രീപക്ഷ നിലപാട്, എങ്ങനെയാണ് പൊതുസമൂഹം വിലയിരുത്തേണ്ടതെന്ന് നിങ്ങൾ പറയുക.